ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉണ്ണിമുകുന്ദൻ സൈനികം വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവർ തമ്മിലുള്ള ഈ ഒരു ക്ലാഷ് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. ക്ലാഷ് എന്ന് പറയുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം വിവാദമായ പ്രശ്നം തന്നെയാണ്. ഇതിനൊക്കെ തുടക്കം കുറിച്ചത് സൈനികം തന്നെയാണ്. ഒരാവശ്യമില്ലാതെ ലിറ്റിൽ ഹേർട്സ് എന്ന ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി നടന്ന ഇൻ്റർവ്യൂവിലായിരുന്നു ഉണ്ണിമുകുന്ദൻ പ്രൊഡക്ഷൻ്റെ പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, UMF. പക്ഷേ അതൊരു ഡബിൾ മീനിങ് ആയിട്ടാണ് ആ ഒരു വീഡിയോയിൽ അവതരിപ്പിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയ സമയത്തും എനിക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സൈനികം മാത്രമായിരുന്നില്ല, സപ്പോർട്ടിങ്ങിന് ബാബുരാജും ഉണ്ടായിരുന്നു, അതുപോലെ മഹിമാൻ അമ്പ്യാറും ഉണ്ടായിരുന്നു. മഹിമാൻ അമ്പ്യാർ ഉണ്ണിമുകുന്ദൻ കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഉണ്ണിമുകുന്ദൻ എന്ന ഒരു പേര് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതാ പറഞ്ഞത്, ഇതിനൊക്കെ തുടക്കം കുറിച്ചത് സൈനികം തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ വന്നിട്ട് കരഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഇപ്പോൾ അഗൈൻ ഇത് ട്രെൻഡിങ്ങിലേക്ക് വരാനുള്ള മെയിൻ റീസൺ സൈനികത്തിൻ്റെ പുതിയ ചിത്രമായ മദ്രാസ്കാരൻ എന്ന ഒരു പടത്തിൻ്റെ പ്രൊമോഷനിൽ ആങ്കർ ചോദിക്കുകയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൽ ഒരു ആങ്കർ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ മാർക്കോ കണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. പുള്ളിക്കാരനില്ല, മാർക്കോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം. ഏത് പടം കാണണം ഏത് പടം കാണണ്ട എന്നുള്ളത് പേഴ്സണൽ ചോയ്സാണ്. അത് കണ്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അതിലൊന്നും പറയാനില്ല. അതിനുശേഷം ചോദിച്ചു, നിങ്ങൾ മാർക്കോ ഇത്രയും സക്സസ് ആയതിനു ശേഷം നിങ്ങൾ ഉണ്ണിമുകുന്ദനെ വിളിച്ചിനോ എന്ന് ചോദിക്കാനുള്ള മെയിൻ റീസൺ, മോളിവുഡിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്രയും ആൾക്കാർ ഈ ഒരു പടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ആ ഒരു ബേസിൽ തന്നെയാണ് ചോദിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളി പറഞ്ഞു, ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഫോൺ കോൾ ചെയ്ത് സംസാരിക്കേണ്ട ആ ഒരു റിലേഷനൊന്നും അല്ല. ഓക്കെ, അങ്ങനെ യാതൊരുവിധ റിലേഷൻ, ഒരു ഫോൺ കോൾ ചെയ്യാനുള്ള റിലേഷൻ പോലും ഇല്ലാത്ത ഒരാളിൻ്റെ പേര് എന്തിനാണ് സൈനികം ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഒരു പടം റിലീസായതിനു ശേഷം ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായി. അതിനുശേഷം പടം കാണാൻ വേണ്ടി ഫസ്റ്റ് ഡേ സൈനികം തിയേറ്ററിൽ പോയി. തിയേറ്ററിൽ നിന്ന് പടം കണ്ടതിന് ശേഷം ഒരു ആങ്കർ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഈ പടത്തിനെതിരെ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ സൈനികം കൊടുത്ത മറുപടി, ഒരുപാട് ഡീഗ്രേഡിങ്സ് നടക്കുന്നുണ്ട്, പക്ഷെ ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്. ആരാന്ന് ചോദിക്കുമ്പോൾ ആരാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ, പക്ഷേ ഓപ്പൺലി പറഞ്ഞിട്ടില്ല മുകുന്ദനാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഉണ്ണിമുകുന്ദൻ്റെ PR വർക്ക്സ് അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ സംബന്ധിച്ചുള്ള ആരെങ്കിലും ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഉണ്ണിമുകുന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ സൈനികത്തിനേക്കാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു സക്സസ്സിലേക്ക് വന്നത്. സൈനികത്തിന് ഒന്നുമില്ലെങ്കിലും ഫാദറിൻ്റെ പേര് പറഞ്ഞിട്ട് അത്യാവശ്യം എന്തായാലും പിടിച്ചു നിൽക്കണമെങ്കിൽ ടാലൻറ്റ് വേണം. അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ കയറി വരിക എന്നുള്ളത്, സപ്പോർട്ടിങ്ങിന് ഒരാളുണ്ടായിരുന്നു സൈനികത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഉണ്ണിമുകുന്ദൻ അങ്ങനെ ആയിരുന്നില്ല. സ്വന്തം ടാലൻറ്റിനെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും അതൊരിക്കലും എഫക്റ്റ് ചെയ്തില്ല എന്ന് പ്രൂവ് ചെയ്ത ഒരു വ്യക്തി കൂടെയാണ് ഉണ്ണിമുകുന്ദൻ. വോയിസ് ഇതിങ്ങനെ കണ്ടതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.